എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റ് അണിയിച്ചു വെക്കാൻ പോകുന്ന പുതിയ പരിസ്ഥിതി ആഘാത പഠന നിയമം കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും അതിൽ തൽപരരായവരുടെയും ഒരു കൂട്ടായ്മയ്ക്കും തുടർ പ്രവർത്തനങ്ങൾക്കും ജന്മം നൽകിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 20 ലക്ഷത്തിൽ താഴെയുള്ള ശക്തമായ പ്രതികരണങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന് ആളുകൾ നൽകുകയും ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് പരിസ്ഥിതി രംഗത്ത് നടക്കുന്ന വഴിപിഴച്ച പോക്കിൽ ആശങ്കപ്പെടുന്ന ഒരു ജനവിഭാഗം ഉണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ആവശ്യം ജനങ്ങളുടെ ഈ എതിർപ്പിന് ഒരു ദിശാബോധം ഉണ്ടാക്കുകയും അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അതല്ലാതെ ഈ അതിക്രമങ്ങളെ തടയാൻ വേറെ മാർഗവും നമ്മുടെ കയ്യിലില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യം കേരളത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഇതുമായി താല്പര്യമുള്ളവരുടെ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാകുവാനും അതുപോലെ ജില്ലാതലങ്ങളിലേക്കും മറ്റും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് വളരെ ശുഭകരമായ ഒന്നാണ്. മാത്രമല്ല, ഇതിന്റെ ചർച്ചകളിലൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പലരും അഭിപ്രായപ്പെട്ടത് ഇത് താഴെ തട്ടിലേക്ക്, പഞ്ചായത്ത് തലത്തിലേക്കും വാർഡ് തലത്തിലേക്കും ഗ്രാമസഭകളിലേക്കും ഒക്കെ പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുക എന്നും ഇത്തരം നിയമങ്ങൾ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഭാവിയിൽ വിപത്തുകൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഒക്കെ ചർച്ച ചെയ്യണമെന്നും അത്തരത്തിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ ഒരു പാരിസ്ഥിതിക അവബോധവും പ്രതിരോധവും വരണമെന്നുമുള്ള വിലയിരുത്തലുകളും വളരെ സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ ഇടയ്ക്കാണെന്ന് തോന്നുന്നു നമ്മളുടെ ലോകതലത്തിൽ തന്നെ രാജ്യങ്ങളുടെ പരിസ്ഥിതി പ്രകടനം, അവരെത്രമാത്രം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ റിപ്പോർട്ട് പുറത്തിറങ്ങിയിരുന്നു. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ്, പരിസ്ഥിതി പ്രകടന സൂചിക. അപ്പോൾ പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 177. ആകെ അതിൽ കണക്കിൽപ്പെട്ടുള്ള രാജ്യങ്ങൾ 180. അപ്പോൾ 180-ൽ 177 സ്ഥാനത്ത് ആ റാങ്കിൽ 177 റാങ്ക് മേടിച്ച ഒരു രാജ്യത്താണ് ഇപ്പോൾ ആ റാങ്ക് കൂടെ വേണ്ട, ഞങ്ങൾക്ക് അതിലും മോശം റാങ്ക് മതി, ഏതായാലും 150 രാജ്യങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ 178, 179, 150, എന്താ പിന്നെ 150-ൽ പോയി നിൽക്കാം എന്ന ഒരു കണക്കൂട്ടിലാണോ ഈ പരിസ്ഥിതി നിയമങ്ങൾ പൊളിച്ചെഴുതുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു 250 ഒക്കെ രാജ്യങ്ങളുടെ പട്ടിക കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഈ നിയമമാകുന്നതോടുകൂടി തന്നെ അത് അങ്ങോട്ട് എത്തിയേനെ. ഏതായാലും 150-ൽ തട്ടിത്തടഞ്ഞ് നിൽക്കും, 150-നകത്ത് നിൽക്കും. അപ്പോൾ അത്രമാത്രം നമ്മളുടെ ഭരണാധികാരികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ യാതൊരു നാണക്കേടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. എന്താണ് നമുക്ക് ഇന്ത്യ ഇങ്ങനെ ഇത്രമാത്രം 177 റാങ്കിലേക്ക് താന്നുപോയത് എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട്, ആരാണ് മുമ്പിൽ നിൽക്കുന്നത് അതും നമ്മൾ നോക്കണം. അവരെങ്ങനെ മുമ്പിലെത്തി, എന്ത് തന്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്? ആദ്യത്തെ 10 പേരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ 10 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ
എല്ലാം 10 യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഒരൊറ്റ ആഫ്രിക്കൻ രാജ്യമോ ഏഷ്യൻ രാജ്യമോ ലാറ്റിൻ അമേരിക്കൻ രാജ്യമോ ഇല്ല. എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ്. ആദ്യത്തെ 20 എടുത്തപ്പോൾ ഒരു ഏഷ്യൻ രാജ്യം കടന്നുകൂടിയിട്ടുണ്ട്. 19 യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ഏഷ്യൻ രാജ്യവും, അതായത് ജപ്പാനാണ്. അപ്പോൾ 180 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അപ്പം മൊത്തം ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ പരിസ്ഥിതി പ്രകടനം വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ സവിശേഷമായ ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെയും ഒരു അഭിലാഷം ഈ 177 റാങ്കിൽ നിന്ന് പരിസ്ഥിതി സംബന്ധമായ സംരക്ഷണത്തിൽ, അതുണ്ടാക്കുന്ന ആരോഗ്യപരമായ നേട്ടങ്ങളിൽ, മൊത്തം ആവാസ വ്യവസ്ഥയുടെ മികവിൽ നമ്മുടെ രാജ്യവും ടാഗോർ പറഞ്ഞതുപോലെ ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ളതാണല്ലോ. ആ പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഒന്നാമത് കാണുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. അതിൻ്റെ താഴെ ഡെൻമാർക്കുണ്ട്, പിന്നെ ജർമ്മനി ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, നെതർലാൻഡ്സ് ഉണ്ട്, സ്വീഡൻ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളാണ് നമുക്ക് കാണാവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. എങ്ങനെയാണ് ആ രാജ്യങ്ങൾ ഈ നിലവാരത്തിലേക്ക് എത്തിയെന്നും, ഇന്ത്യക്ക് 1, 2, 10, 20 ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ശ്രീലങ്കയെ പോലെ ഒരു 50 റാങ്കിലെങ്കിലും എത്തണ്ടേ. ശ്രീലങ്ക 50 റാങ്കിൽ അതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയെങ്കിലും എത്താൻ പറ്റണ്ടേ. ഇനി വേണ്ട, ഒരു 177 100-നകത്തേക്കെങ്കിലും എത്താനുള്ളൊരു വകുപ്പ് എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ. ഇന്ത്യ അങ്ങനെ ആകണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമല്ലല്ലോ. ലോക ജനസംഖ്യയുടെ ഏകദേശം 17.7% വരും. അതൊരു വലിയ ജനസംഖ്യയാണല്ലോ. 140 കോടിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 20% താഴെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യ 177 റാങ്കിലാണ് ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ, അതായത് ലോകത്തിലെ തന്നെ 20% താഴെ വരുന്ന ജനത ഏറ്റവും മോശമായ ഒരു പരിസ്ഥിതിയിൽ ജീവിക്കുന്നു. അതിൻ്റെ എല്ലാവിധത്തിലുള്ള തിരിച്ചടികളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതാണല്ലോ അർത്ഥം. മാത്രമല്ല, ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത കൂടെ നമ്മൾ ഈ കാര്യത്തിൽ പരിസ്ഥിതി സംബന്ധമായ വിഷയം വരുമ്പോൾ അതുകൂടെ നമ്മൾ പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളൊരു ഭൂപ്രദേശം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് മുകളിൽ ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അവയൊക്കെ നഗര സ്വഭാവമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയ രാജ്യങ്ങളാണ്. സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവയിൽ 600-700 ഒക്കെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഭൂവിസ്തൃതി എടുത്ത് നോക്കുകയാണെങ്കിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അങ്ങനെ 8ാം സ്ഥാനത്ത് ഭൂവിസ്തൃതിയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ജനസാന്ദ്രത വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. അതായത് 411.48 ഇന്ത്യയിലെ ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രത. അപ്പോൾ ഇത്രയും ജനസാന്ദ്രത കൂടിയ 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ വലിപ്പത്തിൽ 8ാം സ്ഥാനത്തുള്ള ഒരു രാജ്യത്തിൻ്റെ പരിസ്ഥിതി പ്രകടനം 180 രാജ്യങ്ങളിൽ 177 ആണെന്നുള്ളത് നമ്മളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന, വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്ന, മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി ആഘാത പഠനം ഒരു നിമിത്തമായിട്ട് നമ്മുടെ മുൻപിൽ വരികയും ഇത് മാറ്റി ഇതിനേക്കാൾ, അതായത് നിലവിലുള്ള നിയമങ്ങളുടെ പഴുതുകൾ അടച്ചുകൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ ഇന്ത്യൻ പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്നുള്ളതിലേക്കാണ് ആലോചന പോകേണ്ടത്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരു ദിശാബോധം ഉണ്ടാകുകയും ഒരു പ്രവർത്തന പന്ഥാവ് നമുക്ക് വളർന്നു വരികയും ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് യൂറോപ്പ് ഈ ഒരു അവസ്ഥ എത്തിയതെന്ന്
നമുക്ക് കുറേ പാഠങ്ങൾ അവരെ അതേപടി നമുക്ക് അനുകരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ചില പാഠങ്ങൾ യൂറോപ്പ് നൽകുന്നുണ്ട് എന്നുള്ളത് കാര്യം സംശയമില്ല. ഒന്നാമത്തത് കർക്കശമായ നിയമങ്ങൾ അവിടെയുണ്ട്. രണ്ടാമത്തത് ആ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, അവർ നന്നായി അത് പാലിക്കുന്നുണ്ട്. മൂന്നാമത്തത് ആ നിയമങ്ങളുടെ പാലനം ശരിയായ തരത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള നല്ല നിരീക്ഷണവും ഓഡിറ്റും അതും അവിടെയുണ്ട്. ഇത് മൂന്നുമാണല്ലോ നമുക്ക് ഒരു പ്രവർത്തനം എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന് വിലയിരുത്തുന്നതിനുള്ള വഴികൾ. അപ്പോഴും നമുക്കൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഇവർ നിയമങ്ങൾ ഉണ്ടാക്കി, എങ്ങനെ അത് നടപ്പിലാക്കുന്നു, എങ്ങനെ അത് നിരീക്ഷിക്കുന്നു, എന്താണ് ആ തരത്തിൽ അവർ മുന്നേറാൻ കാരണം? അതുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്ത് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പരിസ്ഥിതി അവബോധം, നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മളുടെ കാര്യം പോക്കാണ്, നിലനിൽപ്പ് അവതാളത്തിലാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് ലോക ജനത എത്തുന്നത് 1960കളുടെ അവസാനത്തോടു കൂടിയും 70കളുടെ ആദ്യത്തോടു കൂടിയുമാണ്. ആ ഒരു ഘട്ടത്തിൽ 65-75 കാലഘട്ടങ്ങളിലാണ് ഈ തരത്തിൽ പ്രകൃതി, പരിസ്ഥിതി എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഉടലെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് ജീവശാസ്ത്രത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് ലോകത്തെവിടെ അങ്ങനെയാണ്, കേരളത്തിലും അങ്ങനെയാണെന്നുള്ളതാണ്. കേരളത്തിൽ നമ്മുടെ പരിസ്ഥിതി സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും അവബോധത്തിൻ്റെയും ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 1973ലാണ് സൈലന്റ് വാലി സമരം. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു വലിയ പരിസ്ഥിതി മുന്നേറ്റമാണ് ചിപ്കോ പ്രസ്ഥാനം. അതും 1973 തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് നോക്കിയാലും അവിടങ്ങളിലൊക്കെ ഈ പാരിസ്ഥിതിക അവബോധം ഉണ്ടാകുകയും പരിസ്ഥിതി സംരക്ഷണത്തിലേക്കും അതിന്റെ സംഘാടനത്തിലേക്കും ഈ ജനങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നത് 70കളിലാണ്. 1972 തന്നെ സ്വിറ്റ്സർലൻഡിൽ ഈ ഗ്രീൻ പാർട്ടി ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരിസ്ഥിതി സംരക്ഷണ സൂചികയിൽ ഇന്ന് 2020 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നത് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ 72 തന്നെ ഗ്രീൻ പാർട്ടി ഉണ്ടായ ഒരു രാജ്യത്താണ്, ആ രാജ്യമാണ് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനമുള്ള രാജ്യം നോക്കുക, എല്ലാ രാജ്യങ്ങളെയും നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം നോക്കുക. ആ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി ജനകീയ അടിത്തറയുള്ള നിയമനിർമ്മാണങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന, നിയമത്തിന്റെ വൈകല്യങ്ങളെ തിരുത്താൻ പറ്റുന്ന ഒരു സംഘടിതമായ ശക്തി ഉണ്ടായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പരിസ്ഥിതി രാഷ്ട്രീയ സംഘടനകൾ എന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രീൻ പാർട്ടീസ് ഇൻ ദ വേൾഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റും കിട്ടും. അത് ആൽഫബറ്റിക് ഓർഡറിൽ കിട്ടും. രാജ്യത്തിന്റെ പേരിന്റെ ആൽഫബറ്റ് അനുസരിച്ചുള്ളതിന് ആദ്യ അക്ഷരം വെച്ച് തന്നെ ഉള്ള ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഐ എന്ന അക്ഷരം വരുമ്പോൾ ആ സ്ഥാനത്ത് ഒരു രാജ്യത്തിന്റെ പേരുമില്ല. ആ സ്ഥാനം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, പൂരിപ്പിക്കണം. നമ്മൾ ഇതുവരെ പൂരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതുപോലെ ഒരു പരിസ്ഥിതി സംരക്ഷണ ജനകീയ സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളരെ കാതലായൊരു വിഷയമായിട്ടാണ് നമ്മൾ ഭാവി എന്താകും എന്ന് നമ്മൾ ആലോചിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നത്. ആദ്യത്തെ 10 രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുക, അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് കുറെ കൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ അവരവിടെ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ന്യൂക്ലിയർ റിയാക്ടർ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ മുഖ്യ പങ്ക് അവിടുത്തെ ഗ്രീൻ പാർട്ടികൾക്കാണ്. ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ റെഡ് ഗ്രീൻ അലയൻസ് ഉണ്ട്. UK അവിടെയുള്ള യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ ഒരു അലയൻസ് തന്നെയുണ്ട്. ചില രാജ്യങ്ങളിൽ
ഈ തരത്തിൽ ജനകീയമായ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതിന്റെ ഭരണാധികാരി പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇടപെടൽ, അതായത് രാഷ്ട്രീയമായ ഇടപെടൽ, യൂറോപ്പിനെ അതിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറെ സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം പാർലമെന്റിലും അതുപോലുള്ള ജനാധിപത്യ സംവിധാനങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് അവർ ഈ തരത്തിൽ പ്രവർത്തിക്കുകയും അവരുടെ ഭൂപ്രകൃതിയും അവരുടെ ജനങ്ങളുടെ ആരോഗ്യവും അവരുടെ ജലാശയങ്ങളും അവരുടെ അന്തരീക്ഷവും ഒക്കെ മലിനമാകാതെ അവർ നോക്കുന്നു. മറ്റ് രാജ്യങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാം. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞാൻ പറയുകയും ചെയ്യാം. ഏതായാലും ഈ തരത്തിലെ സംഘടിതമായ പ്രസ്ഥാനങ്ങളുടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളാണത്, വ്യത്യസ്ത കാര്യങ്ങൾക്ക് വെയിറ്റേജ് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണെങ്കിൽ പോലും ഒരു പൊതുവിഷയത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന പൊതുവിഷയത്തിൽ അവർ ഐക്യപ്പെടുകയും അതിൽ വലിയ ജനകീയ ശക്തിയാക്കി അവർ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്നത്. ഈ വ്യത്യസ്തതയാണ് ഈ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിൽ പോലും അവിടെ ഗ്രീൻ പാർട്ടി ഉണ്ടെന്നുള്ളതാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവിക്കാൻ കാരണം എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വരുന്നത് ഇന്ത്യയിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി സമരങ്ങളുടെ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു സ്വഭാവം ഈ സന്ദർഭത്തിൽ നമ്മൾ ഒന്ന് വളരെ ലഘുവായിട്ട് ഒന്ന് പരിശോധിക്കുക കൂടി ചെയ്യേണ്ടതുണ്ടെന്നായി. അത് നമ്മുടെ വിജയങ്ങളുടെയും കഥയാണത്, നമ്മുടെ പരാജയങ്ങളുടെയും കഥയാണത്. പക്ഷെ നമ്മുടെ ടൂൾ എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കാര്യത്തിൽ നമ്മൾ എന്ത് ഉപകരണം വെച്ചാണ് നേരിടുന്നത് അത് വളരെ പ്രധാനമാണ്. വളരെ കാലഹരണപ്പെട്ട അല്ലെങ്കിൽ പാർശ്വമായി മാത്രം ഫലങ്ങൾ കിട്ടുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഈ സമരത്തിൽ ഈ പ്രതിരോധത്തെ നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനം. നമ്മളുടെ ടൂൾ 2 ടൂളുകളെ നമുക്കുള്ളൂ. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമുക്ക് 2 ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് NGO ടൂളാണ്, 2 ഈ പ്രശ്നാധിഷ്ഠിതമായ പ്രതികരണങ്ങളാണ്. ഈ 2 ടൂളല്ലാതെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങളെ സ്വാധീനിക്കാനും നിയമനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഐയുടെ സ്ഥാനത്ത് ഒന്നും കാണാഞ്ഞത്. അപ്പോൾ NGOകളുടെ ഗുണങ്ങൾ എന്താണ്, NGOകളുടെ ദോഷങ്ങൾ എന്താണ്? ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കൂട്ടായ്മകളുടെയും ഗുണങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അവിടെ പരിമിതി എന്താണ്? ഇത് കൂടി നമ്മൾ വളരെ ലഘുവായിട്ട് ഈ സന്ദർഭത്തിൽ ഒന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള പോക്കും അതേ പാതയിൽ തന്നെ ആണെങ്കിൽ ഇന്ത്യക്ക് ഈ 177 നിന്ന് 150 എത്താനുള്ള വഴി അവർ നോക്കുമ്പോൾ നമ്മൾ അതിനെ ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ബോധപൂർവം അല്ലെങ്കിൽ പോലും നമുക്കത് തോന്നിപ്പോകും. NGOകളുടെ ഇന്നിപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്നതിലും ഈ ഒപ്പുശേഖരണം നടത്തുന്നതിലും ഈ നിവേദനങ്ങളൊക്കെ അയക്കുന്നതിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന NGOകൾ തന്നെയാണ് ഇന്ത്യയിൽ. പക്ഷേ അവർക്ക് ചില പരിമിതികളുണ്ടെന്നുള്ളതാണ്. ആ പരിമിതികളാണ് നമുക്ക് ഒരു ദിശാബോധം നൽകാത്തത്. കാരണം ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എവിടെന്നെങ്കിലും വരുന്ന പുറത്തുനിന്നോ അകത്തുനിന്നോ ഒക്കെയുള്ള ഫണ്ടല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് സ്റ്റാഫുണ്ട്. അപ്പോൾ അവരുടെ ഈ ഓക്സിജൻ, ജീവവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടാണ്. അതൊരു ട്രസ്റ്റ് സ്വഭാവത്തിലൊക്കെ ആയിരിക്കും. കുറേ ഗുണങ്ങളുണ്ട് ഈ രംഗത്ത്. ഇപ്പോൾ അവരാണ് സജീവം. പക്ഷേ ഗ്രീൻ പീസിന്റെ അവസ്ഥ എന്താണ്? ഇന്ത്യയിൽ വളരെ ചടുലമായിട്ട് ഖനനങ്ങൾക്കെതിരെ നല്ല രീതിയിൽ പോരാടി വലിയ വിജയങ്ങളൊക്കെ കൊണ്ടുവന്ന ഗ്രീൻ പീസ് ഇന്ന് ചിത്രത്തിലില്ല. ഗ്രീൻ പീസിന്റെ സകല സോഴ്സുകളും വളരെ വിദഗ്ധമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അടച്ചു തീർത്ത് കളഞ്ഞു. അപ്പോൾ NGOകളെ കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നു ഭരണാധികാരികൾക്ക്.
അത് ആഗോളതലത്തിൽ വേറുള്ളൊരു സംഘടനയെ വളരെ നിഷ്പ്രയാസം എടുത്തു മാറ്റാമെങ്കിൽ. രണ്ടാമത്തത് നമ്മളുടെ ഈ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. അതിനും തീർച്ചയായും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നാധിഷ്ഠിത പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനം. പ്ലാച്ചിമുട, അല്ലെങ്കിൽ എൻഡോസൾഫാൻ, അല്ലെങ്കിൽ കണ്ടങ്കാളി, ഇതൊക്കെ പ്രശ്നാധിഷ്ഠിതമാണ്. തീർച്ചയായിട്ടും ആ തരത്തിൽ അവ ഇന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതി അവബോധത്തെയും പാരിസ്ഥിതികമായ തിരിച്ചറിവിന്റെ ഊർജ്ജത്തെയും ഊട്ടിയുറപ്പിക്കുന്നതിൽ നമ്മളുടെ ഈ തരത്തിലുള്ള തൽക്ഷണ കൂട്ടായ്മകൾക്ക് വലിയ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ പ്രശ്നങ്ങളില്ലെങ്കിലോ, നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് വിതയും കൊയ്ത്തും കഴിഞ്ഞ് ഇനിയിപ്പോൾ പിന്നെ വിശ്രമത്തിന്റെ കാലമാണെങ്കിലോ, ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രശ്നങ്ങൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെയാണത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊതുക് വന്ന് കടിച്ചാൽ നമ്മൾ അടിക്കും എന്നുള്ളതാണ്. കൊതുക് കടിക്കുന്നില്ലെങ്കിലോ അതാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായൊരു പ്രതികരണത്തിന്റെ ഒരു ജൈവ സംവിധാനം, സ്ഥിര പ്രതികരണത്തിന്റെ ജൈവ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പറ്റും. ഇന്ന് ആരാ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് കേരളത്തിൽ? നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരുടെ ജനകീയ അടിത്തറ എന്താണ്? വിപുലപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ പ്രശ്നങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളുടെ സ്വാധീനം, ജനങ്ങളുടെ അവബോധം, ജനങ്ങളുടെ ആവശ്യകത, ഇതൊക്കെ വളരെ നമുക്ക് ഇനിയും കുറെ താണ്ടേണ്ട വഴികളാണ്. അപ്പോൾ അതുകൊണ്ട് ജനകീയ അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സ്ഥിരമായ ഒരു സംവിധാനം വേണം. ഇന്ന് ജനകീയ അടിത്തറയുള്ളത് കേരളത്തിൽ പാർട്ടികൾക്ക് മാത്രമാണ്, ഇവരാർക്കുമില്ലത്. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ജനകീയ അടിത്തറയുള്ളത്. അവരത്ര ചെറുതായാലും വലുതായാലും ആദർശം ഏത് വഴിക്കായാലും. മേധാ പട്കർ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വോട്ട് കിട്ടാത്തതിന്റെ കാരണം ചിലപ്പോൾ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ തരത്തിലുള്ള ഒരു ശൈലിയിലേക്ക് നമ്മളുടെ ഒരു ദിശ, നമ്മളുടെ കാഴ്ചപ്പാട് പരിസ്ഥിതി പ്രവർത്തനത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു വഴിയിലേക്ക് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ, അതിന്റെ ഘടന എങ്ങനെയായിരിക്കണം, ആരെയൊക്കെ ഉൾക്കൊള്ളിക്കണം, ഇതൊക്കെ വിശദമായ ചർച്ചകളൊക്കെ വരേണ്ട കാര്യങ്ങൾ, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക പൂർവ്വ മാതൃക വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഇവ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ പ്രകൃതിയും അവരുടെ ജനങ്ങളുടെ ജീവിതവും സംരക്ഷിക്കുന്നതിൽ ജാഗരൂകരായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളിൽ പലതും പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുക, കേരളത്തിൽ ആദിവാസി വിഭാഗ സംഘടനകളുണ്ട്, അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ സംഘടനകളുണ്ട്. പല മേഖലകളിലും ഈ തരത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന വിഷയത്തിനെ ആത്മാർത്ഥമായി സമീപിക്കുന്ന സംഘടനകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഈ വിഷയത്തിൽ ഐക്യപ്പെടുന്ന സംഘടനകളെയും വ്യക്തികളെയും ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യമാണെന്നാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ സവിശേഷമായ മറ്റൊരു പ്രത്യേകതയും കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രത്യേകത, കേരളത്തിൽ എല്ലാവരും സാക്ഷരരും, എല്ലാവരും പത്രം വായിക്കുന്നവരും, എല്ലാവരും ദിവസവും ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നവരും ഒക്കെ ആയതുകൊണ്ട് കേരളത്തിലെ കക്ഷിരാഷ്ട്രീയ ബാധ ഇത്തിരി കൂടുതലാണ്. ഒരു പ്രദേശത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഒക്കെ ആളുകൾ രാഷ്ട്രീയ അതീതമായിട്ട് സംഘടിക്കും. പക്ഷേ അതിന്റെ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ നമ്മൾ കാണുന്നത് അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശാനുസരണം ആരാണോ ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് വന്നത് അവരൊക്കെ പുറകോട്ട് പോകുന്ന കാഴ്ചയാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ മാത്രം വിഷയമായിട്ട് അതിനെ ഒറ്റപ്പെടുത്താനും അതിനെ തളർത്താനും അതിനെ തകർക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സജീവമാണ്. മാത്രമല്ല, സുപ്രീം കോടതിയിലെ വക്കീലുമാര് കാശ് കൊടുത്ത് നമ്മൾ അവരെ നിയമിച്ചിട്ട് അവർ നമുക്ക് വേണ്ടി എത്ര ശക്തിയായിട്ടാണോ അവിടെ വാദിച്ച് നിൽക്കുന്നത്, അതേപോലെ തന്നെ അവനവന്റെ പാർട്ടിക്കാർ എന്ത് ചെയ്താലും വാദിക്കാനും
ജയിക്കാനും അല്ലാതെ വേറൊന്നും അറിയാത്ത കുറേ ആളുകൾ നമ്മളുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം സത്യമോ ന്യായമോ ധാർമ്മികതയോ അല്ല, രാഷ്ട്രീയമായ മതം പോലെ തന്നെ രാഷ്ട്രീയമായ ഒരു വിധേയത്വം കേരള സമൂഹത്തെ വിഴുങ്ങിയിട്ടുണ്ടെന്നതാണ്. ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പരിസ്ഥിതി പ്രവർത്തനം, അതിൻ്റെ ദിശ, അതിൻ്റെ സ്വഭാവം എങ്ങനെയാകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിലെ, നമ്മുടെ പഞ്ചായത്തുകളിലെ സ്ഥിരമായി ഈ തരത്തിൽ പരിസ്ഥിതി സംബന്ധമായ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കാനും അവരുടെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കാനും അവരുടെ ആത്മാർത്ഥതയെ പുറത്തു കൊണ്ടുവരാനും ആ തരത്തിലുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഉള്ളൊരു സംഘടനയെ, ഒരു സംവിധാനത്തെ, അത് ഒരു സംഘടന ആകണമെന്നില്ല, അനേകം സംഘടനകളാകാം, പക്ഷെ അവയൊക്കെ സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതാകണം. ഒരു വിഷയം വരുമ്പോൾ അവർ ഐക്യപ്പെടുന്നതുമാകണം. ആ തരത്തിലൊരു ഐക്യവേദിയെ കേരളം ഉറ്റുനോക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തരത്തിൽ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഒരു നിരന്തരമായ ജൈവ പ്രവർത്തനത്തെ, ജൈവികതയുള്ള, പെട്ടെന്ന് തൽക്ഷണ പ്രതികരണങ്ങളല്ലാത്ത, NGO സ്വഭാവത്തിൽ അല്ലാത്ത, അവയുടെ നേട്ടങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതൊന്നും അല്ലാത്ത ഈ പറഞ്ഞ നിരന്തരമായി പ്രവർത്തിക്കാനും വാർഡുകളിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ നമുക്ക് ജനങ്ങളെ സ്വാധീനിക്കാനും അധികാരത്തിലേക്കും ഭാവിയിൽ ആ തരത്തിൽ എത്തപ്പെടാനും പറ്റുന്ന തരത്തിലുള്ള ഒരു, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമുക്ക് MP ആരൊക്കെ കിട്ടും നമ്മൾ നോക്കുക. ഏതൊക്കെ MP നമുക്ക് കിട്ടുക ഈ വിഷയത്തിൽ ഐക്യപ്പെടാൻ? അപ്പോൾ നമ്മൾ കോൺഗ്രസിന്റെ MP സമീപിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ MP സമീപിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 25-50 വർഷം കൊണ്ട് എന്തുകൊണ്ട് ഒരു പരിസ്ഥിതി MP ഉണ്ടായില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇന്ത്യയിൽ എന്തുകൊണ്ട് ശക്തിപ്പെടുന്നില്ല? അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ടോക്ക് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇന്ത്യ NGO പരിസ്ഥിതിയിലും അല്ലെങ്കിൽ ആക്ഷനായിട്ടുള്ള പ്രശ്നാധിഷ്ഠിതമായ പ്രതികരണത്തിലേക്കും മാത്രം ചുരുങ്ങിപ്പോകാൻ, ആ മേഖലയിലേക്ക് മാത്രം നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ ലളിതമായി പോകാൻ ഉള്ള ഒരു കാരണം കൂടെ പറയുമ്പോൾ ഈ ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഒരു ആഗോള രാഷ്ട്രീയം കൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഈ തരത്തിലുള്ള യൂറോപ്പിൽ കാണുന്നത് പോലുള്ള ഈ ഒരു രാഷ്ട്രീയ ദിശാബോധമുള്ള സംഘടനാ സംവിധാനം, പാർട്ടി സംവിധാനം, റെഡ് ഗ്രീൻ അലയൻസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അലയൻസ് എന്നൊക്കെ പറയുന്ന പരിസ്ഥിതിയെ കേന്ദ്രപ്രമേയമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഇവിടെ ഇല്ലാത്തത് അവിടെ ഉള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും NGO പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ യൂറോപ്പിൻ്റേത് മാതിരിയുള്ള ഒരു ഗ്രീൻ പൊളിറ്റിക്സ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിഭവങ്ങൾ ആഗോള മാർക്കറ്റിനെ എത്രമാത്രം ഗുണം ചെയ്യും നമുക്ക് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ഈ വിഭവങ്ങൾ, ഇന്ത്യൻ വിഭവങ്ങളിൽ വളരെ സുഖമായിട്ട് കോർപ്പറേറ്റുകൾക്ക് എടുക്കണമെങ്കിൽ ഇന്ത്യയിൽ ശക്തമായ പരിസ്ഥിതി രാഷ്ട്രീയ അവബോധം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവർ ആ തരത്തിൽ ഇന്ത്യയെ പോലുള്ള വിശാല ഭൂപ്രദേശങ്ങളെ ധാരാളം സ്രോതസ്സുകളായിട്ടുള്ള ഇക്കോളജിക്കൽ ആയിട്ട് വളരെ പ്രാധാന്യമുള്ള ധാതു സമ്പത്തുള്ള വനസമ്പത്തുള്ള പ്രദേശങ്ങളെയൊക്കെ അവർ ഈ തരത്തിൽ വളരെ തന്ത്രപരമായിട്ട് ആസൂത്രണം ചെയ്യുന്നതും അതനുസരിച്ച് നമ്മുടെ ഭരണാധികാരികൾ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ കോർപ്പറേറ്റും ആയാലും ഈ മറ്റ് രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് ആയാലും വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. കാരണം ആസ്ട്രേലിയയിൽ ഖനനം നടത്താൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ആഗോള കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഈ തരത്തിൽ പരിസ്ഥിതി രാഷ്ട്രീയ അവബോധത്തിൻ്റെ ഒരു പ്രസ്ഥാനങ്ങളില്ലാത്ത, ജനകീയ അടിത്തറയില്ലാത്ത ഒരു ശിഥിലമായ സംവിധാനമായിട്ട് നിൽക്കുകയായിരിക്കും അവർക്ക് നല്ലത്. നമ്മൾ യൂറോപ്പിനെ പറ്റി ഇവിടുന്ന് യാത്ര പോകുമ്പോൾ ആൾക്കാരൊക്കെ പറയാറുണ്ട്, യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വളരെ അവിടുത്തെ റോഡും അവിടുത്തെ പൊതുസ്ഥലങ്ങളും ഒക്കെ വളരെ വൃത്തിയാണ്, അവിടെ പ്ലാസ്റ്റിക് ഇല്ല, പേപ്പറില്ല,
പൗരന്മാർക്ക് ആ തരത്തിലൊരു ശുചിത്വ ബോധമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഗവൺമെന്റ് ജാഗരൂകമാണ് ആ കാര്യങ്ങളിലൊക്കെ അവിടെ. പക്ഷേ ഈ വേസ്റ്റ് എവിടെ നിന്നാണ് വരുന്നത് ഇന്ത്യയിലേക്ക്? പ്ലാസ്റ്റിക് വേസ്റ്റ് എവിടെ നിന്നാണ് ഫിലിപ്പീൻസിലേക്ക് എത്തുന്നത്? അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും മൂന്നാലോ രാജ്യങ്ങളിലേക്ക് അയറ്റി അയക്കുകയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ ഇവിടെ നമ്മുടെ വീട്ടിലെ മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയുന്നു, അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്നു. അപ്പൊ ആഗോളതലത്തിൽ തന്നെ യൂറോപ്പ് വൃത്തിയായിരിക്കുന്നത് മൂന്നാലോ രാജ്യങ്ങൾ വൃത്തികേടായതുകൊണ്ടാണ്. അപ്പൊ അവർ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ തരത്തിൽ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, ആ സംഘടനാ സംവിധാനത്തിന്റെ, ജനകീയ അടിത്തറയുടെ ഒരു ശൈലിയിലേക്ക് ഈ പരിസ്ഥിതി ആഘാത പഠനത്തെ പറ്റിയുള്ള പുതിയ നിയമങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ ഭാവിയിൽ വരികയാണെങ്കിൽ ആ തരത്തിലേക്കുള്ള രീതിയിൽ വികസിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വ്യക്തിയെന്ന നിലയ്ക്കും അതുപോലെ തന്നെ കേരള ജൈവ കർഷക സമിതിയുടെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തകൻ നിലയ്ക്കും ഈ ഒരു കൂട്ടായ്മയ്ക്കും അതിനെ തുടർന്നുള്ള മുമ്പോട്ട് പോക്കിനും എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.